എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ. അപ്പം നമ്മളാണെങ്കിൽ അമ്പലത്തിൽ പോകാൻ പോവാണ്. എല്ലാ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഫസ്റ്റ് നമ്മുടെ അമ്മ ഇട്ട് അത്തം കാണിച്ചത് എന്താ നമ്മളുടെ അത്തേന്ന് അറിയാമോ? നമുക്ക് അമ്പലത്തിൽ പോകണമായിരുന്നു, അവിടെ നമുക്ക് കുളിക്കണം, ഒരുങ്ങണം. അതെ, അപ്പം നമ്മൾ അമ്മ ഇട്ട് അത്തം നമ്മൾ കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. പിന്നെ അതിന് ഒരെണ്ണത്തിൻ്റെ മിസ്സിങ് ഉണ്ടായിരുന്നു. അതെന്താന്ന് ചോദിച്ചാൽ ആ പൂ തികഞ്ഞില്ല, അതുകൊണ്ടാണ്. എന്നാലും കുഴപ്പമില്ല, എനിക്കിഷ്ടം. പിന്നെ നമ്മുടെ തന്നെ തോട്ടത്തിലുള്ള പൂക്കൾ മീൻസ് നമ്മൾ ബാക്കിൽ ഇഷ്ടം പോലെ പൂക്കളുണ്ട്. അമ്മ അവിടെ നിന്നൊക്കെ പിച്ചിക്കൊണ്ട് വന്നിട്ടാണ് കേട്ടോ പൂക്കൾ ഇട്ടത്. നമ്മളൊന്നും കടയിൽ നിന്ന് മേടിക്കാറില്ല. പിന്നെ ചെമ്പരത്തിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തു കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ഒരെണ്ണം തികയായിരുന്നു. നിങ്ങൾ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഗൈസ് നമ്മുടെ അത്തം. ഇവിടെയാണ് തികയുന്നില്ലെന്ന് നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആവശ്യമുള്ള പൂക്കളൊക്കെ വെച്ചിട്ടാണ് ഇട്ടത്. നമ്മുടെ തോട്ടത്തിൽ നിന്നൊക്കെ പിച്ചിയ പൂക്കളും നമ്മുടെ ഇവിടെ നിന്നൊക്കെ പിച്ചിയ പൂക്കളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അത്തം ഇട്ടത്. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ താരം ഒന്ന് കമൻറ്റ് ചെയ്യാൻ ആരും മറക്കല്ലേ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങാം. കമോൺ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഈ നമ്മളങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. വേറൊരു വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ ഒരു അമ്പലത്തിൽ പോയ വീഡിയോ ഇതേ കൂട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതേപോലെ നിങ്ങളിത് പറഞ്ഞാൽ കാണാൻ എനിക്കറിയത്തില്ല. എന്തായാലും പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നല്ലോ. മുമ്പത്തെ സബ്സ്ക്രൈബ് അക്കൗണ്ടല്ലേ ഇപ്പോൾ നമുക്ക്. അപ്പോൾ അവർക്ക് കാണുമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നിങ്ങൾക്ക് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കാണിച്ചു തരാം. കമോൺ. എൻ്റെ കഴിഞ്ഞ വർഷമൊക്കെ തലോട്ട് നമുക്ക് എന്താ പറയുക പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നല്ലൊരു അത്തമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് വെരി 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 ബ്യൂട്ടിഫുൾ അത്തമാണിത്. ഇതാണ് അവരിട്ട അത്ത. അവരെല്ലാ വർഷവും ഉത്സവത്തിനായാലും എല്ലാത്തിനും അവരിങ്ങനെ നല്ല രസമായിട്ടുള്ള അത്തങ്ങൾ എല്ലാ പ്രോഗ്രാംസ് കാണും. അവിടെ ഒരു ഷീറ്റ് ഇട്ട് വെച്ചേക്കുന്നില്ല, അവിടെ അവർക്ക് കുതിരയാണ് കേട്ടോ. ഉത്സവത്തിന് ഒരു കുതിര ഇറക്കും. ഇങ്ങനെ എല്ലാ പ്രോഗ്രാംസിനും അവരെല്ലാം ചെയ്തെടുക്കും. പിന്നെ ഞാൻ പറഞ്ഞ ഇപ്പോൾ ഓണത്തിനൊക്കെ അവിടെ പ്രോഗ്രാം എന്താ ഇല്ലാന്ന് ചോദിച്ചാൽ അവരുടെ കൂടെ നടന്നൊരു ചേട്ടൻ അത് തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചേട്ടൻ മരിച്ചു പോയിട്ടാണ്. അതുകൊണ്ടാണ് ഇത്തവണ അവരെ പ്രോഗ്രാം ഇല്ല. ഇതൊക്കെ എല്ലാ തവണ അവർക്ക് പ്രോഗ്രാം ഉണ്ട്. നമുക്കൊക്കെ എല്ലാം കിട്ടാറുണ്ട്. അടുത്ത വർഷം കിട്ടുമോ എന്തോ. അപ്പോൾ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ പ്രകൃതിപരമായ അഗസ്ത്യക്കോട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മൂമ്മയുടെ വീട്ടിൽ അമ്മൂമ്മ ഈ വലിയ അത്ത വിട്ട് കാണുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്കറിയത്തില്ല. നമ്മളിപ്പം ക്രിക്കറ്റേക്കായാലും മിൻ്റെ അരിമോൾട്ടി ഞാനൊരു കാര്യം പറയട്ടെ. അപ്പം അമ്മൂമ്മയാണെങ്കിൽ ഈ ബാക്കിയുള്ള ദിവസം വരെ ഒരു 6 അത്രക്കുള്ള അത്ത ഇടും. പിന്നെ എത്ര അത്ത ഇടുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഏത് അത്തമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു താരം കമൻറ്റ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ ഇവിടെയൊക്കെ നല്ല പൂക്കളൊക്കെ ഉണ്ട്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നല്ല മഞ്ഞ് പോലെയൊക്കെ അനുഭവപ്പെടുന്നു എനിക്ക്. അപ്പോൾ നമുക്ക് അമ്മൂമ്മയുടെ വീട്ടിലോട്ട് കയറാം. കമോൺ. ഇതാണ് കേട്ടോ നമ്മുടെ അമ്മൂമ്മയുടെ ഒരു നല്ല ഭംഗിയുള്ള അത്തമല്ലേ. ഏത് അത്താന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് പോകാം. നമ്മുടെ വലിയ പൂപ്പൻ. ഹലോ വലിയ പൂപ്പ. അപ്പോൾ ഇതാണ് നമ്മുടെ വലിയ പൂപ്പൻ. ഹലോ പറഞ്ഞോളൂ അപ്പൂപ്പ. ഹലോ പറയാം അപ്പൂപ്പ. ഹലോ. അതാണ് ഗൈസ് എൻ്റെ വല്യപ്പൂപ്പൻ. ഇതെൻ്റെ അമ്മൂമ്മയാണ്, ഇതെൻ്റെ വല്യമ്മൂമ്മയാണ് ഗൈസ്. ഹലോ ഗൈസ്. ഹലോ ഹലോ. ഹാപ്പി ഓണം ഗൈസ്. അപ്പോൾ എല്ലാവരും അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ നിൽക്കാൻ സമയമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഓട്ടിച്ച് കാണിച്ചു തരാം. ഇവിടെയാണ് അപ്പൂപ്പൻ കിടക്കുന്നത്. അപ്പൂപ്പൻ ഒന്ന് വീണ്ടുണ്ടായിരുന്നേ. അപ്പോൾ നോട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ എന്താ പറയുക, ഇവിടെയാണ് നമുക്കിന്ന് തിരുവോണം. നമുക്ക് അമ്മ വീട്ടിൽ കാപ്പി അമ്മ ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്തായാലും നമുക്ക് അമ്പലത്തിലോട്ട് പോകാം. അപ്പം നമ്മൾ തിരിയെത്തിച്ചിട്ടായിരുന്നു. അമ്മൂമ്മ വിളക്കൊക്കെ വെച്ചു ഗീസ്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അമ്മൂമ്മയ്ക്ക് നല്ല കൊങ്ങുണ്ട്. നല്ല 4 പിച്ചിക്കൊണ്ട് പോയാലും ഒരാളെ വീട്ടിൽ അത്തമിട്ട് കഴിഞ്ഞ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രകൃതി ഭംഗി. ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ അഗസ്ത്യക്കോട്. അപ്പം നല്ല ഭംഗിയുള്ളൊരു പൂ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഈ പൂവിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. അതും ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന പൂവിൻ്റെ സ്മെല്ല് നല്ല സ്മെല്ലിട്ട് ഗൈസ് സെറ്റാണ്. അപ്പോൾ പിന്നെ നമുക്കൊരു ഉമ്മ കൊടുക്കാം ഗൈസ്. ദിസ് ഈസ് മൈ വലിയ പൂ. ഇതെൻ്റെ വലിയ പൂവയാണ് ഗൈസ്. ഇതെൻ്റെ ഗീത പൂവയാണ് ഗൈസ്. ഗൈസ് എൻ്റെ അപ്പൂപ്പൻ അമ്പലത്തിൽ പോയിട്ടുണ്ട്. അപ്പൂപ്പനെ അമ്പലത്തിൽ പോയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ എന്താ പറയുക, ദൈവമൊക്കെ വരുമ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അമ്മൂമ്മ ഇവിടെ നിർത്തി നല്ല ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ അവളെ എടുത്ത് കഴിഞ്ഞാൽ അമ്മൂമ്മയെ കാണിക്കണം. അവളാണ് എന്നും ഇവിടെ വന്ന് അത്തം എടുത്ത് നമ്മുടെ അമ്മൂമ്മയ്ക്ക് ഫേസ്ബുക്കിൽ ഇട്ട് കൊടുക്കുന്നത് ഗൈസ്. അതുകൊണ്ട് അവൾ ഇന്നും ഇട്ട് കൊടുത്തു ഗൈസ്. പിന്നെ ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. എൻ്റെ ഗൈസ് നല്ല ഫോട്ടോഷൂട്ടാണ്. മോൾട്ടി നല്ല ക്യാമറാമാൻ ആവാനുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അമ്മൂമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നല്ല പോസുകളാണ് ഇവിടെ അമ്മൂമ്മ നിൽക്കുന്നത് ഗൈസ്. നല്ല പോസുകൾ, നല്ല ഭംഗിയുള്ള പോസുകൾ.
അപ്പം അമ്മൂമ്മ നല്ല പോസുകളൊക്കെ നിൽക്കുന്നുണ്ട്. അടുത്ത ഫോട്ടോഷൂട്ട് ഇവിടെ നടക്കുന്നു. ഫോട്ടോയുടെ കുമ്പാരാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പോയിട്ട് വരട്ടോ. കേട്ടാ അത് വട്ടം ഇട്ടിട്ട് വാ ഗൈസ്. അപ്പം ഗൈസ് നമ്മൾ ഇങ്ങനെയൊക്കെയാണ്. എന്ത് രസമുണ്ടല്ലേ കാണാൻ. പെട്ടെന്ന് അങ്ങോട്ട് അമ്പലത്തിൽ വന്നിട്ട് കൊള്ളായിരുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഹലോ ഗോമാതാവേ, പശുവേ, ഹലോ ഗോമാതാവേ. ഞാൻ ഇങ്ങനെ നടക്കുകയാണ് ഗൈസ്. അപ്പം ഇതാണ് നമ്മുടെ സ്പെഷ്യൽ താരാൻ്റെ വീട്. വാവ്! അപ്പോൾ കാരണം ഞാൻ അമ്പലത്തിൽ പോയ വീഡിയോ എടുത്തത് മുമ്പേ പറഞ്ഞല്ലോ. അപ്പോൾ താരാൻ്റെ വീട് പെയിൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. താരാൻ്റെ എൻ്റെ അടുത്ത് പരാതി പറഞ്ഞു എന്തായിരുന്നു പെയിൻറ്റ് അടിച്ചിട്ട് വീട് എന്താ എടുക്കാത്തതെന്ന്. ഇപ്പം നിങ്ങൾക്ക് നന്നായിട്ട് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് നമ്മുടെ താരാൻ്റിയുടെ എന്താ പറയുക വീടെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ താരാൻ്റിയുടെ വീട്. എന്താ ഇവിടുത്തെ മാമനാണെങ്കിൽ എന്തോ ഒരു ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആയാലും മറന്നുപോയി. അപ്പോൾ അവിടെ നിന്ന് റിട്ടയർഡ് ആയതിൻ്റെ ഉണ്ടായിരുന്നു. അത് പാർട്ടിയുടെ വീഡിയോ ഞാൻ എടുത്തു. ബട്ട് അതൊന്നും എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് ഇട്ടില്ല. ഇപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ അറിയാം കേട്ടോ. ഐ ആം കട്ട വെയിറ്റിംഗ് ഫോർ മഹാലക്ഷ്മിൻ്റെ അനിയത്തി. അവൾ അമ്മൂമ്മയ്ക്ക് സ്റ്റാറ്റസ് ഇട്ട് കൊടുക്കാൻ പോയി ഗായസ്. ഐ എം വെരി സോ വെയിറ്റിംഗ്. ഞാനും നിങ്ങളിതൊക്കെ കണ്ട് ബോറടിച്ചല്ലേ. അവളെ കാട്ടുപൂത എവിടെ അവളെ വിളിച്ചിരിക്കുക. അവളത്ത് വന്നിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല അടി കൊടുക്കേണ്ട സമയം കഴിഞ്ഞു ഗൈസ്. നമുക്ക് ഒരു അടി കൊടുത്തിട്ട് വരാം. അതുകൊണ്ടാണ് വരുന്നത്. പാവാടയും പിടിച്ചോണ്ട് ഇതുകൊണ്ട് ഉണ്ട്. അങ്ങനെ പാവാടയും പിടിച്ചുകൊണ്ട് വരുന്നതാണ് മഹാലക്ഷ്മി. അപ്പം നമുക്ക് പോവാം. അപ്പോൾ ഞാൻ താരഞ്ചിയുടെ വീട് കാണിച്ചില്ല. അപ്പം നമുക്ക് താരഞ്ചിയുടെ വീട് കടന്ന് പോവാം ഗൈസ്. കമോൺ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക കൊച്ചു നാട്. എൻ്റെ നാടൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മുമ്പേ എല്ലാവർക്കും എടുത്തിയാണ്. പക്ഷേ എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സിനെയും കൂടെ കാണാനാണ് കേട്ടോ. നാടൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് നടക്കാൻ അങ്ങോട്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് എത്താൻ ഇനി കുറച്ച് നേരം കൂടിയുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടക്കാം. ഇവിടുന്ന് കയറി വരണമെങ്കിൽ ഗൈസ് കാലിക്കാടേക്കും ഗൈസ് അത്രയ്ക്ക് കയറ്റമാണ് ഗൈസ്. ഇറക്കം ഇറങ്ങുന്നത് ഭയങ്കര സിമ്പിളായിരിക്കും. കയറ്റം ഇറങ്ങാനൊക്കെ ഭയങ്കര പാട്. അപ്പം നമുക്ക് ഈ സൈഡിൽ കൂടെ നടക്കാൻ പോകും. ഇവിടുത്തെ കയറ്റമായാലും എനിക്കിഷ്ടമാണ്. ഇങ്ങോട്ട് ഇറക്കുക. അപ്പോൾ പിന്നെ ഈ വീടുണ്ടോ, ഈ വീട് ആരുടെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേഖ ആൻറ്റിയുടെ വീടാണ്. എന്ന് വെച്ചാൽ താര ആൻറ്റിയുടെ എന്താ പറയുക താരാൻ്റിയുടെ ഹസ്ബൻഡിൻ്റെ അനിയനോ ചേട്ടൻ്റെ ഭാര്യയാണ് ലേഖ ആൻറ്റി ഗൈസ്. അതെനിക്കറിയത്തൊന്നുമില്ല. പിന്നെ ലേഖ ആൻറ്റി ഇങ്ങനെയൊക്കെ അറിയത്തുള്ളൂ. ഗോ ത്രൂ. നമ്മുടെ പുറകിൽ ആരോ വരുന്നുണ്ട്. ആരാണത്? നമുക്ക് ഇച്ചിരി കൂടെ ഒരു എന്നെ എൻ്റെ വീട്ടിലേക്ക് പോകാൻ സഹായിക്കൂ. ഡോറയുടെ പറയണം. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് നടക്കാം ഗൈസ്. അപ്പം ഗൈസ് ഇതാണ് നമ്മുടെ എന്താ പറയുക ഇത് നമ്മുടെ ചിപ്പി ചേച്ചിയുടെ വീടാണ്. ഇതല്ല ചിപ്പി ചേച്ചിയുടെ ഇത് അപ്പുച്ചേട്ടൻ്റെ വീടാണ്. ഞാൻ എൻ്റെ റിലേറ്റീവിൻ്റെ കല്യാണം നടന്നില്ല. ഇവിടെയാണ് റിലേറ്റീവിൻ്റെ കല്യാണം. ഈ റിലേറ്റീവിൻ്റെ കല്യാണത്തിന് വേണ്ടിയാണ് നമ്മൾ നെയിൽസൊക്കെ മേടിച്ച് വെച്ചത്. അപ്പോൾ അപ്പുറത്ത് കിടക്കുന്ന വൈറ്റ് വീടാണ് ചിപ്പി ചേച്ചിയുടെ വീട്, അപ്പുച്ചേട്ടൻ്റെ ചേച്ചി. അപ്പം ഇതാണ് ചിപ്പി ചേച്ചിയുടെ അനിയൻ്റെ ആണ് കല്യാണം. അപ്പം ഇതാണ് ചിപ്പി ചേച്ചിയുടെ വീട്. അപ്പുച്ചേട്ടൻ്റെ വീട് മറ്റേതാണ്. നമുക്ക് നേരം ഇങ്ങനെ നടക്കാം ഗൈസ്. ഇവിടെ നല്ല രസമുണ്ട്. അതേ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇങ്ങോട്ട് നടക്കാം. അപ്പോൾ തിരുവോണമായിട്ട് നല്ല തിരക്ക് കാണും. എന്തായാലും നമുക്ക് നടക്കാം ഗൈസ്. അപ്പോൾ ഞാൻ പിന്നെ അമ്പലത്തിലൊക്കെ പോയിട്ട് എഴുതിയിട്ടൊക്കെ വരും, തയ്ച്ചിരിക്കും. അപ്പം നമുക്ക് ഇവിടെയൊക്കെ കളർ കാണിക്കാം. ഇതെൻ്റെ വലിയപ്പൂപ്പൻ്റെ വീടാണ്. ഞാൻ പറഞ്ഞു കാലൊടിഞ്ഞ് കിടക്കുന്നില്ല, വീണായിരുന്നു അപ്പൂപ്പൻ. അപ്പം എൻ്റെ വലിയപ്പൂപ്പൻ്റെ വീടാണ്. അല്ലെങ്കിൽ എൻ്റെ വലിയപ്പൂപ്പ ഇവിടെ ഇങ്ങനെ ഇപ്പോൾ ഇരുന്നാണ് ഗൈസ്. അപ്പോൾ നമുക്കിനി അമ്പലത്തിലോട്ട് പോകാം. അപ്പോൾ നല്ല ആളാണ്. ഞാൻ തൊഴുതിട്ട് നിങ്ങളെ എൻ്റെ അമ്പലം കാണിച്ചു തരാം ഗൈസ്. ഇതാണ് എന്നെയും നമ്മുടെ വീടും നമ്മുടെ നാടും കാക്കുന്ന നമ്മുടെ മഹാദേവൻ്റെ മഹാദേവൻ അകത്തുണ്ട്. അപ്പോൾ ഇവിടെ എന്തായാലും അകത്തോട്ട് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫോൺ കൊണ്ടുവെക്കൂല. അതുകൊണ്ട് ഞാൻ പോയി തൊഴുതിട്ട് വരാം ഗൈസ്. ബൈ. അപ്പൂപ്പനെ കണ്ടിരിക്കുന്നു അമ്പലത്തിൽ കണ്ടു ഗൈസ്. നമ്മളെല്ലാവരും കൂടെ കട്ട വീട്ടിലാണ്. ഞാൻ അപ്പൂപ്പൻ മോള് കുട്ടി അങ്ങനെ എല്ലാവരും ഉണ്ട്. കട്ട വീട്ടിൽ ഞാൻ അർച്ചന നടത്തിയിട്ടുണ്ട് എല്ലാവർക്കും.
അത് മേടിക്കാൻ വേണ്ടി. തൊഴുത് ഇറങ്ങി ഇവിടെ ഭയങ്കര വെയിലാണ്. എനിക്ക് നമ്മുടെ ഇവിടുത്തെ അപ്പം കാണിച്ചു. ഗൈസ്, ഇതാണ് നമ്മുടെ അമ്പലത്തിട്ടത്ത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഫോട്ടോ ഒന്നും എടുക്കാൻ എനിക്ക് ആഗ്രഹമില്ല. അപ്പം നമ്മൾ പോവാണ്. അപ്പം എൻ്റെ മഹാദേവനെ ഞാൻ മുമ്പ് എന്നെയും എൻ്റെ നടുവ് കിടക്കുന്ന മഹാദേവൻ. അപ്പം എനിക്ക് എൻ്റെ വയറൊക്കെ വശിക്കുന്ന കേസ്. അപ്പം ഞാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലുള്ള അടുത്ത വിശേഷമായിട്ട് കാണുന്നതാണ്. എല്ലാവർക്കും ബൈ.